ടെർമിനൽ സ്റ്റേഷൻ്റെ ഫിഗറാണിത്. ഇപ്പോൾ ടെർമിനൽ സ്റ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റേഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഫിഗർ വെച്ച് പഠിച്ചിരിക്കുക. ഇപ്പോൾ നെക്സ്റ്റ് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ. അതായത് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഓപ്പറേഷനാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സ്റ്റേഷൻ, നോൺ ബ്ലോക്ക് സ്റ്റേഷൻ ആൻഡ് സ്പെഷ്യൽ ക്ലാസ് സ്റ്റേഷനാണ്. ബ്ലോക്ക് സ്റ്റേഷനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എ സ്റ്റേഷൻ, ബി സ്റ്റേഷൻ, ക്ലാസ് സി സ്റ്റേഷൻ. പിന്നെ നോൺ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡി സ്റ്റേഷൻ അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റേഷൻ എന്ന് വേറെ പേരുണ്ട്. അപ്പോൾ ബ്ലോക്ക് സ്റ്റേഷൻസ് ഓരോന്നായി നോക്കാം. അപ്പോൾ ഈ ബ്ലോക്ക് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ചാണ്, അതായത് അതിൻ്റെ സിഗ്നലിംഗ് ഫെസിലിറ്റി അനുസരിച്ചാണ് ബ്ലോക്ക് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അതോറിറ്റീസ് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേഷനിലും എന്താണ് പ്രൊസീഡ് ഈസ് ഗിവൺ ഇൻ ദ ഷേപ്പ് ഓഫ് ടോക്കൺ അറ്റ് ദീസ് സ്റ്റേഷൻസ്. അതായത് ഒരു ടോക്കണിൻ്റെ ഷേപ്പിലാണ് ഇവിടെ എന്ത് ചെയ്യാറുള്ളത്, അതോറിറ്റീൻ്റെ പ്രൊസീഡിങ്സ് ഇവിടെ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കാണിച്ചു കൊടുക്കാറുള്ളത്. അതായത് ട്രെയിനിന് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് സിഗ്നലിംഗ് വെച്ചിട്ടും അതിൻ്റെ ഒരു ടോക്കൺ വെച്ചിട്ടുമാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്ലാസ് എ സ്റ്റേഷനാണ്. അപ്പോൾ ക്ലാസ് എ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എൻ്റർ ചെയ്യുന്നതിന് പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മളൊരു സിഗ്നൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഹോം സിഗ്നൽ എന്ന് പറയുന്നത്. ഹോം സിഗ്നൽ പ്രൊസീഡ് കാണിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെയിനിന് പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊസീഡ് കാണിച്ചിട്ടില്ലെങ്കിൽ അവരെന്തോ പ്രശ്നമുണ്ട്, അവിടുത്തെ റെയിൽവേ ട്രാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ ഒക്യുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ അനുമാനിക്കാൻ പറ്റും. അപ്പോൾ ട്രെയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രൊസീഡ് ചെയ്യില്ല. അപ്പോൾ ക്ലാസ് എ സ്റ്റേഷൻ ആണെങ്കിൽ ഹോം സിഗ്നലിൽ നിന്നും 400 മീറ്റർ ബാക്കിലേക്ക് മാറിയിട്ട് 400 മീറ്റർ ക്ലിയർ ആണെങ്കിൽ മാത്രമേ പ്രൊസീഡ് സിമ്പിൾ കിട്ടുള്ളൂ. അതായത് ട്രെയിൻ റെയിൽവേ ട്രാക്കിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ട് ഹോം സിഗ്നൽ കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ഹോം സിഗ്നൽ കഴിഞ്ഞ് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് വരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ ട്രെയിനിന് ക്ലാസ് എ സ്റ്റേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് ബി സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹോം സിഗ്നൽ കഴിഞ്ഞ്, അതായത് പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ടുള്ള സിഗ്നലായ ഹോം സിഗ്നൽ കഴിഞ്ഞ് 550 മീറ്റർ മാറി അടുത്തൊരു സിഗ്നൽ വെച്ചിട്ടുണ്ടായിരിക്കും. പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് അടുത്തൊരു സിഗ്നൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 2 സിഗ്നലും പ്രൊസീഡ് ആണെങ്കിൽ മാത്രമേ ക്ലാസ് ബി സ്റ്റേഷൻസിലേക്ക് ട്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്ലാസ് സി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പാസഞ്ചേഴ്സ് ഒന്നും ബുക്ക് ചെയ്യാത്ത സ്റ്റേഷനാണ്. പാസഞ്ചർ അൺലോഡിങ് അല്ലെങ്കിൽ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ അടുത്തടുത്ത ബ്ലോക്ക് സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം ഒരുപാട് കൂടുതലാവുമ്പോൾ അവയ്ക്കിടയിലുള്ള ദൂരം കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ദൂരം ആവുന്ന സമയത്ത് ട്രെയിനിന് എന്ത് സംഭവിക്കുക, ഇടയ്ക്ക് വെച്ചിട്ട് ട്രെയിനിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, ട്രാക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ട്രെയിൻ നിർത്തിടേണ്ട ഒരു സാഹചര്യം വന്നു, എന്തെങ്കിലും ഫെസിലിറ്റീസ് ഇല്ലാണ്ടായി, അപ്പോൾ ഈ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിലിമിനറി ഫെസിലിറ്റീസൊക്കെ ഉള്ള, അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ക്ലാസ് സി സ്റ്റേഷൻ അതിൻ്റെ ഇടയ്ക്ക് പ്രൊവൈഡ് ചെയ്താൽ അതൊരു എളുപ്പമായിരിക്കും. പിന്നെ 2 ട്രെയിനുകളുടെ ഇടയ്ക്കുള്ള സമയം, ഇപ്പോൾ ഒരു ട്രെയിൻ ബ്ലോക്ക് എ സ്റ്റേഷനിൽ പോകുന്നു, അത് കഴിഞ്ഞ് ആ ട്രെയിൻ ബ്ലോക്ക് ബി സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷമാണ് ബ്ലോക്ക് എ സ്റ്റേഷൻ എന്നുള്ള ട്രെയിനിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയ ഈ സ്റ്റേഷൻസിൻ്റെ ഇടയ്ക്കുള്ള ദൂരം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് മറ്റു ട്രെയിനിന് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയ ഒരു ഡി സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പോകുന്ന ഡി സ്റ്റേഷൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ട്രെയിനിന് മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ ക്ലാസ് ഡി സ്റ്റേഷനാണ്, അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റേഷൻ എന്ന് പറയും. ഈ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 2 ബ്ലോക്ക് സ്റ്റേഷൻ്റെ ഇടയിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ബ്ലോക്ക് സ്റ്റേഷനുമായിട്ട് ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ ബൈ ടെലിഫോൺ മീൻസോ അല്ലെങ്കിൽ ബൈ ഡിജിറ്റൽ മീൻസോ ഒന്നും കണക്റ്റഡ് ആയിക്കൊള്ളുന്നില്ല. അതായത് ഇവ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ഉദ്ദേശം ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മുന്നോട്ടുള്ള വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രെയിനിനെ അവിടെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിയിടാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേഷനാണ് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഫ്ലാഗ് സിഗ്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇനി സ്പെഷ്യൽ ക്ലാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എ സ്റ്റേഷനിലും ബ്ലോക്ക് സ്റ്റേഷനിലും അതേപോലെ തന്നെ നോൺ ബ്ലോക്ക് സ്റ്റേഷനിലും ഈ 2 സ്റ്റേഷനിലും പെടാത്ത സ്റ്റേഷനാണ് സ്പെഷ്യൽ ക്ലാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ പ്ലാറ്റ്ഫോംസ് പറഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന പ്ലാറ്റ്ഫോം പാസഞ്ചർ പ്ലാറ്റ്ഫോം ആൻഡ് ഗൂഡ്സ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അല്ലേ. നമ്മൾ ട്രെയിൻ കാത്തു നിൽക്കുന്നതും ട്രെയിൻ കയറുന്നതും ട്രെയിൻ ഇറങ്ങുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിനെയാണ്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എന്തുണ്ടാവുക, ഗൂഡ്സൊക്കെ അല്ലേ, ഗൂഡ്സ് കയറ്റുന്നത്, അതായത് ചരക്കുകൾ കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു റെയിൽവേക്ക് പാരലലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് ആണ് അല്ലേ. അതായത് മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ ഇതിന് പാരലായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് നടക്കുന്നതിനും ജനങ്ങൾക്ക് ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ എന്താണ് ഗൂഡ്സ് ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. ആൾമോസ്റ്റ് ആ എല്ലാ റെയിൽവേ സ്റ്റേഷൻസിനും പ്ലാറ്റ്ഫോം ഉണ്ടാവും. ചിലതിന് എന്താണ് ഒന്നിലധികം പ്ലാറ്റ്ഫോം ഉണ്ടാവും. ചിലതിൽ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും, ചിലതിൽ പ്ലാറ്റ്ഫോം മീഡിയം സൈസ് ആയിരിക്കും. ജംഗ്ഷൻസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അപ്പോൾ പ്ലാറ്റ്ഫോംസിൻ്റെ ബേ പ്ലാറ്റ്ഫോം ഉണ്ട്, സൈഡ് പ്ലാറ്റ്ഫോം ഉണ്ട്, സ്പ്ലിറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഐലൻഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ബേ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിലാണ് ട്രാക്ക് ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിലമ്പൂരൊക്കെ ഉള്ള പ്ലാറ്റ്ഫോം ബേ പ്ലാറ്റ്ഫോമാണ്. അതായത് ഡെഡ് എൻഡ് ഉള്ള പ്ലാറ്റ്ഫോമിനെയാണ്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് റെയിൽവേ ലൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതാണ് യൂഷ്വൽ ആയിട്ടുള്ള ടൈപ്പിലുള്ളത്. അതായത് ട്രെയിൻ അറൈവ് ചെയ്യും, ഒരു എൻഡിൽ ട്രെയിൻ അറൈവ് ചെയ്യും, മറ്റേ എൻഡിൽ ട്രെയിൻ ലീവ് ചെയ്യും അല്ലേ. ഒരു എൻഡിലൂടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഒരു എൻഡിലാണ് ട്രെയിൻ എത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അടുത്ത എൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ലീവ് ചെയ്യുന്നത്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിനെ സൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഇനി ഐലൻഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും റെയിൽവേ ലൈൻസ് ഉണ്ട്. പ്ലാറ്റ്ഫോം ഒരു ഐലൻഡ് പോലെ. പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും എന്തുണ്ട് റെയിൽവേ ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം രണ്ട് റെയിൽവേ ലൈൻ, ഇപ്പോൾ ഷൊർണൂരിലൊക്കെ ഉള്ള പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും റെയിൽവേ ലൈനിലുള്ള പ്ലാറ്റ്ഫോം, രണ്ടും മൂന്നും പ്ലാറ്റ്ഫോംസ് അവിടെ എന്താണ് ഐലൻഡ് പ്ലാറ്റ്ഫോം പോലെയാണ്. പക്ഷേ അത് ജംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ കൺസിഡർ ചെയ്യില്ല. അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. നെക്സ്റ്റ് പാസഞ്ചർ പ്ലാറ്റ്ഫോമാണ് ഗൂഡ്സ് പ്ലാറ്റ്ഫോം. രണ്ടും ഒരേ മീൻസുള്ളതാണ്. പാസഞ്ചർ പ്ലാറ്റ്ഫോമിൽ പാസഞ്ചേഴ്സാണ് കൂടുതലായി ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഗൂഡ്സ് ആകുമ്പോൾ അവിടെ ചരക്ക് വാഹനങ്ങളൊക്കെ. നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം 1ൻ്റെ ഇപ്പുറത്തായിട്ടൊരു റെയിൽവേ ലൈൻ ഇട്ടിട്ടുണ്ട്. FCI ഗോഡൗണിലേക്ക് ഗൂഡ്സൊക്കെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എക്സ്ട്രാ ഒരു ഗൂഡ്സിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ ഇട്ടിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് നമുക്ക് യാർഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാർഡിൻ്റെ ഡെഫിനിഷൻ പറയാം. ആൻ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് റെയിൽവേ ട്രാക്സ്. ഒരുപാട് റെയിൽവേ ട്രാക്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. അതേപോലെ സൈഡിങ്സ്, ഷെഡ്സ് ഫോർ സ്റ്റോറിങ്, ഗോഡൗൺസ്, അതായത് സ്റ്റോർ ചെയ്യാൻ അക്സസറീസും റെയിൽവേ ഗൂഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടി, അതേപോലെ എൻജിൻസ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി, ബോഗീസ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസുകളാണ് യാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ യാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് ട്രാക്സ് ലെയ്ഡ് വിത്തിൻ ഡെഫിനിറ്റ് ലിമിറ്റ് ഫോർ വേരിയസ് പർപ്പസ്. അതായത് ഒരുപാട് ട്രാക്സുകൾ, സിസ്റ്റം ഓഫ് ട്രാക്സ് ഉണ്ടായിരിക്കും. അത് ഒരു ഡെഫിനിറ്റ് ലിമിറ്റ് ആ ട്രാക്സ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളുടെ റെയിൽവേ ലൈൻ നീണ്ടു പോയിട്ടുള്ള പോലെ നീണ്ടു പോയിട്ടുണ്ടാവില്ല. ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ എന്തുണ്ടാവുള്ളൂ, ആ ട്രാക്കിൻ്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. അത് പല പർപ്പസിന് പക്ഷേ ആ ട്രാക്ക് നമ്മൾ യൂസ് ചെയ്യും. അതായത് വെഹിക്കിൾസിനെ സോർട്ട് ചെയ്യാൻ, ഇപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ഒരു ട്രെയിൻ യാർഡിലേക്ക് വരുന്നത്, അത് എൻജിൻ മാറ്റുന്നതിന് വേണ്ടി, അങ്ങനെ പല ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ട്രാക്സ് അവിടെ ഉണ്ടായിരിക്കും. കണ്ടോ, ഇതൊരുപാട് വലിയൊരു റെയിൽവേ യാർഡാണ്. പ്രധാനമായിട്ടും യാർഡ്സ് എത്ര രീതിയിലുണ്ട്? 4 രീതിയിലാണുള്ളത്. പാസഞ്ചർ യാർഡ്, ഗൂഡ്സ് യാർഡ്, മാർഷാലിംഗ് യാർഡ്, ലോക്കോമോട്ടീവ് യാർഡ്. എന്താണ് പാസഞ്ചർ യാർഡ് നോക്കാം. ഫങ്ഷൻ ഓഫ് പാസഞ്ചർ യാർഡ് ഈസ് ടു പ്രൊവൈഡ് ആൾ ദ ഫെസിലിറ്റീസ് ഫോർ ദ സേഫ് മൂവ്മെൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിൻ്റെ സേഫ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പാസഞ്ചർ യാർഡ്. അതായത് എന്തൊക്കെ ഫെസിലിറ്റീസാണ് പാസഞ്ചർ യാർഡിൽ ഉണ്ടാവുക? ഒരു ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് ഉണ്ടാവും, എൻക്വയറി സെൻറ്റർ ഉണ്ടാവും, ലഗേജ് ബുക്ക് ചെയ്യാനുള്ള റൂം ഉണ്ടാവും, ക്ലോക്ക് റൂം, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ലോക്ക് റൂം ഉണ്ടാവും, വെയിറ്റിംഗ് റൂം ഫോർ പാസഞ്ചേഴ്സ്, പാർക്കിംഗ് സ്പേസ്, വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, സിഗ്നൽസ് ഉണ്ടാവും ട്രെയിനിനെ റിസീവ് ചെയ്യാനും ട്രെയിനിൻ്റെ ഡിപ്പാർച്ചറും അറൈവലൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടാവും. പിന്നെ ട്രെയിൻ ഷണ്ടിങ് ഓപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൈഡിങ് ഓപ്പറേഷൻ ഉണ്ട്. വെച്ചാൽ ഒരു ട്രെയിൻ അന്നത്തെ അതിൻ്റെ ഇത് കഴിഞ്ഞു,
റൂട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഷണ്ടിങ് ഓപ്പറേഷൻ വഴി മെല്ലെ 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 ആ ട്രെയിനിനെ പ്ലാറ്റ്ഫോമിൽ നിന്നും സിഗ്നലിങ് കൊടുത്ത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഈ യാർഡിൽ കൊണ്ടുപോയി നിർത്തും, ഷണ്ടിങ് യാർഡിൽ കൊണ്ടുപോയി നിർത്തും, ഷണ്ടിങ് ഓപ്പറേഷൻ വഴി. ഓക്കെ, അതല്ല ഇപ്പോൾ ഒരു ട്രെയിൻ കുറേ നേരത്തേക്ക് അതിന് പോകുന്നില്ല, രാവിലത്തെ റൂട്ട് കഴിഞ്ഞു, പിന്നെ വൈകുന്നേരമേ ഉള്ളൂ, അപ്പോൾ അതിനെ ഒരു സൈഡ് ചെയ്ത് നിർത്തും. ആ ഫെസിലിറ്റീസ് എല്ലാം പാസഞ്ചർ യാർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ ബാറ്ററീസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ട്രെയിൻ മറ്റേ ട്രെയിനിനെ പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ, സിക്ക് ലൈനിനുള്ള ഫെസിലിറ്റി, എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കുന്നതിനുള്ള ഫെസിലിറ്റി, അതെല്ലാം പാസഞ്ചർ യാർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഗൂഡ്സ് യാർഡ്. അപ്പോൾ ഗൂഡ്സ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഡ്സ് ഡെപ്പോ അല്ലെങ്കിൽ ഫൈറ്റ് സ്റ്റേഷൻ എല്ലാ പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലുള്ളൊരു പോർഷനാണ്. ഇത് പ്രധാനമായിട്ടും ഗൂഡ്സിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഗൂഡ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്സിന് വേണ്ടി മാത്രമുള്ള രീതിയിലുള്ള യാർഡ്സിനെയാണ് നമ്മൾ ഗൂഡ്സ് യാർഡ് എന്ന് പറയുന്നത്. അവിടെ ഗൂഡ്സിൻ്റെ ലോഡിങ്ങും അൺലോഡിങ്ങും അതെല്ലാം അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റോഡ് വെഹിക്കിൾസ്, ഇപ്പോൾ വലിയ വലിയ ചരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ FCI ഗോഡൗണിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യണം, ലോറികളും കാര്യങ്ങളെല്ലാം വേണം, അത് അവിടുന്ന് ക്യാരി ഔട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റോഡ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റോഡ് ഫെസിലിറ്റി ഉള്ള പോർഷനിലായിട്ടാണ് ആ ഒരു സൈഡിലേക്കായിട്ടാണ് ഈ ഗൂഡ്സ് യാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. which is exclusively or predominantly where goods of any description are loaded or unloaded from ships or road vehicles, where goods wagons are transferred to local sidings. ഇപ്പോൾ ഗൂഡ്സ് ഈ വാഗൺസിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ റെയിൽവേ വാഗൺസിലേക്ക് നമ്മുടെ ഗൂഡ്സ് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെയിൽവേ വാഗൺസിൽ നിന്ന് നമ്മുടെ ഗൂഡ്സ് അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഗൂഡ്സ് യാർഡ് കണ്ടോ. നെക്സ്റ്റ്, ഒരു ഗൂഡ്സ് യാർഡിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഡ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് റോഡ് വേണം അല്ലേ, അതിന് അടുത്തായിട്ട് തന്നെ റോഡ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ് വേണം, കാരണം ആളുകളെ പോലെയല്ല, ചരക്കുകൾ ഒരുപാട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യേണ്ടതും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ട് ലോഡിങ്ങും അൺലോഡിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആവശ്യമാണ്, ഒരുപാട് ഗോഡൗൺസ് വേണം, ചിലപ്പോൾ ഈ ചരക്കൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലേ. പിന്നെ ബുക്കിംഗ് ഓഫീസ് വേണം, പിന്നെ ഇത് വെയിറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ട്, ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കാർട്ട് വെയിങ് ബാലൻസ് വേണം അല്ലേ. പിന്നെ വാക്വം ടെസ്റ്റിംഗ് മെഷീൻ വേണം. പിന്നെ ഈ വലിയ ഗൂഡ്സൊക്കെ ആണെങ്കിൽ ആളുകളെ കൊണ്ട് കഴിയില്ല, അപ്പോൾ ക്രെയിൻസും ഫെസിലിറ്റീസ് എല്ലാം വേണം ഇത് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും. നെക്സ്റ്റ് പറയുന്നതാണ് മാർഷാലിംഗ് യാർഡ്. മാർഷാലിംഗ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർഷാലിംഗ് യാർഡ് ഈസ് എ റെയിൽ റോഡ് യാർഡ് ഫൗണ്ട് അറ്റ് സം ഫൈറ്റ് ട്രെയിൻ സ്റ്റേഷൻസ്. ചില ചരക്ക് റെയിൽവേ സ്റ്റേഷനുകളിലാണ് നമ്മൾ മാർഷാലിംഗ് യാർഡ് കാണാറുള്ളത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂസ്ഡ് ടു സെപ്പറേറ്റ് റെയിൽ റോഡ് കാർസ് ഓൺ ടു വൺ ഓഫ് സെവറൽ ട്രാക്സ്. റെയിൽ റോഡ് കാർസിനെ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർഷാലിംഗ് യാർഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഗൂഡ്സ് വാഗൺസ് റിസീവ്ഡ് ഫ്രം ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ആർ സോർട്ടഡ് ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഡിറ്റാച്ച്ഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേഷൻ. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഗൂഡ്സ് വാഗനെ ഈ മാർഷാലിംഗ് യാർഡിൽ വെച്ച് റിസീവ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ഗൂഡ്സിനെല്ലാം സോർട്ട് ചെയ്യും. ഓക്കെ, പല സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷൊർണൂർ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഷൊർണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഗൂഡ്സ് വരുന്നതാണ്. ചിലപ്പോൾ മംഗലാപുരത്ത് നിന്ന് വന്നു, കോയമ്പത്തൂർ, തിരുപ്പൂർ അല്ലേ, തിരുപ്പൂരൊക്കെ തുണി മില്ലൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അപ്പോൾ അവിടെ നിന്ന് വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ഏരിയയിൽ നിന്ന്, ഇപ്പോൾ മലപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് വന്നു. ഈ എന്ത് ചെയ്യും, ഗൂഡ്സ് എല്ലാം തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യും. അവിടെ വാങ്ങി വെച്ചു, എന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാണ്. ഇത് പോകേണ്ടത് തിരുപ്പൂരിൽ നിന്ന് വന്നത്, ഇത് പോകേണ്ടത് എങ്ങോട്ടേക്കാണ്, കോഴിക്കോട്ടേക്കാണ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, അത് പോകുന്നത് പാലക്കാട്ടേക്കാണ്. അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇവയെ ഓരോ വഴിയിലേക്കും വേർതിരിച്ചിട്ട് അയക്കുന്നത് ഈ മാർഷാലിംഗ് യാർഡിലാണ് ഈ പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പോൾ മാർഷാലിംഗ് യാർഡാണ് എന്തെന്ന് പറയുന്നത്, ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മാർഷാലിംഗ് യാർഡിൽ എന്ത് ചെയ്യും, ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഗൺസിൽ നിന്ന് ഇതെല്ലാം അൺലോഡായി, ഗൂഡ്സ് എല്ലാം അൺലോഡായി കഴിഞ്ഞാൽ ആ വാഗൺസ് അവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. പിന്നെ ആവശ്യം വരുമ്പോൾ ആ സ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ വാഗൺസിനുള്ള ഗൂഡ്സ് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ഓരോ ഏരിയയിലേക്കും ഈ സ്റ്റോർ ചെയ്ത വാഗൺസിൽ കയറ്റി അവിടേക്ക് അയക്കുകയും ചെയ്യും.
ഇതാണ് മാർഷാലിംഗ് യാർഡിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ റിസപ്ഷൻ, ഇതാ ഇവിടുന്ന് റെയിൽവേയിൽ നിന്ന് വന്ന് ഇതിനെന്ത് ചെയ്തു, ഇവിടെ റിസീവ് ചെയ്തു. ഇവിടെ റിസീവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ട്രെയിൻസോ കാര്യങ്ങളോ 6 സൈഡിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് സോർട്ട് ചെയ്തതിന് ശേഷം ഓരോ സൈഡിലേക്ക് ഡിപ്പാർച്ചർ, പല ലൈൻസ് ഉണ്ട് കണ്ടോ. അപ്പോൾ സോർട്ട് ചെയ്തിട്ട് ഓരോ റെയിൽവേ ലൈനിലേക്കും എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ഇന്ന സൈഡിലേക്ക് പോകുന്നത് ആ റെയിൽവേ ലൈനിലേക്ക് അവിടുത്തെ വെഹിക്കിളിലേക്ക് സപ്ലൈ ചെയ്ത് അങ്ങനെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്തേണ്ട സ്ഥലത്തേക്ക് ഗൂഡ്സിനെ എത്തിക്കും. ഇപ്പോൾ ഫാക്ടേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് മാർഷാലിംഗ് യാർഡ്. മാർഷാലിംഗ് യാർഡ് എന്താ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് നെക്സ്റ്റ് നോക്കണം. ഷണ്ടിങ് ഓപ്പറേഷൻ ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദ റെഗുലർ ട്രെയിൻസ്. അപ്പോൾ ഈ മാർഷാലിംഗ് യാർഡിൽ വാഗൺസ് എന്താണ്, അത് വന്നു, അതിൻ്റെ അൺലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് ഷണ്ട് ചെയ്ത് നിർത്തണം അല്ലേ. ആവശ്യമില്ലാത്ത വാഗൺസിനെ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തുക. എംപ്റ്റി ട്രെയിൻസിനെ എന്താണ് റെസ്റ്റിംഗ് പൊസിഷനിൽ നിർത്തുന്ന ആ ഓപ്പറേഷൻ ഷണ്ടിങ് ഓപ്പറേഷൻ. അപ്പോൾ അവിടെ കണ്ടിന്യൂസ്ലി ഷണ്ടിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടാവും, കാരണം അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ വേറെ ഏരിയയിലേക്ക് വിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഷണ്ടിങ് ഓപ്പറേഷൻ നടത്തുന്ന ട്രെയിൻസ് ഒരിക്കലും റെഗുലർലി മൂവ് ചെയ്യുന്ന ട്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഷുഡ് ബി കെപ്റ്റ് പാരലൽ ടു റണ്ണിങ് ട്രെയിൻസ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടാത്തതുകൊണ്ട് തന്നെ ഇത് ക്രോസിംഗ് ഒന്നും അവിടെ ഉണ്ടാവരുത്. മാർഷാലിംഗ് യാർഡിൽ നിന്ന് ക്രോസിങ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റണ്ണിങ് ട്രെയിൻസിൻ്റെ ട്രാക്കിന് പാരലലായിട്ടാണ് ഇത് ലേ ചെയ്യേണ്ടത്. വാഗൺസിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ റിപ്പയർ ഫെസിലിറ്റീസ് 2 സൈഡിലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കും ഒരു കണക്ഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, മാർഷാലിംഗ് യാർഡിനോട് ചേർന്നിട്ടായിരിക്കും ഗൂഡ്സ് യാർഡ് ഉണ്ടാവുന്നത്. കാരണം ഗൂഡ്സ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ട്രെയിൻസ് ഗൂഡ്സ് യാർഡിൽ വഴി എന്ത് ചെയ്യേണ്ടി വരും, എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ മാർഷാലിംഗ് യാർഡിൻ്റെ 3 രീതിയിലുണ്ട്: ഫ്ലാറ്റ് യാർഡ്, ഗ്രാവിറ്റി യാർഡ്, ഹംപ് യാർഡ്. അപ്പോൾ ഫ്ലാറ്റ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഗ്രൗണ്ടിലാണ് ഇത് ഏകദേശം കൺസ്ട്രക്ട് ചെയ്യാറ്. ഒരു ജെൻറ്റിൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ സ്റ്റോപ്പ് വരുന്നിടത്ത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഫ്രൈറ്റ് വെഹിക്കിൾസ്, അതായത് ചരക്ക് വണ്ടികൾ ആ നാച്ചുറൽ ആർ പുഷ്ഡ് ബൈ എ ലോക്കോമോട്ടീവ് എന്ന് വെച്ചാൽ ഇതിനെ പുഷ് ചെയ്യുന്നത് എന്താണ്, ഈ ചരക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയതാണ്, പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റ് പോലെയല്ല. അപ്പോൾ ഇത് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് മൂവ് ചെയ്തിട്ട് സ്റ്റേഷൻസിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് എന്ത് ചെയ്യുക, റെയിൽവേ ട്രാക്കിലേക്ക് എത്തി അവിടുന്ന് കൺസേൺ ആയിട്ടുള്ള സ്ഥലത്ത് എത്തണമെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഈ ചരക്കിനെ ഒരു ലോക്കോമോട്ടീവ് യൂസ് ചെയ്തിട്ട് ട്രെയിൻ എൻജിൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് റിക്വയർഡ് ലൊക്കേഷനിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റ് യാർഡിന് ഹമ്പൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഗ്രാവിറ്റി യാർഡാണ്. അപ്പോൾ ഗ്രാവിറ്റി യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ യാർഡ് ഈ സെറ്റപ്പ് ഓൺ കണ്ടിന്യൂസ് ഒരു ഫാളിങ് ഗ്രേഡിയാണ്. പേര് പോലെ തന്നെ ഗ്രാവിറ്റി വഴി ഒരു കുത്തനെ എന്താണ് ഫാൾ ചെയ്യുന്ന ഗ്രേഡിന് താഴ്ചയുള്ള ഇങ്ങനെ കുത്തനെ താഴേക്ക് വരുന്നൊരു ഗ്രേഡിയൻറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രാവിറ്റി യാർഡ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഷണ്ടിങ് എൻജിൻസിൻ്റെ ആവശ്യം കുറവായിരിക്കും. ഓക്കെ, കാരണം എന്താ, തനിയെ ബൈ ഗ്രാവിറ്റി തന്നെ ആ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും. ടിപ്പിക്കൽ ലൊക്കേഷൻസ് ഓഫ് ഗ്രാവിറ്റി യാർഡ്സ് ആർ പ്ലേസസ് വെർ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ബിൽഡ് ഹംപ് യാർഡ്. അപ്പോൾ ഹംപ് യാർഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായടത്തും അവിടുത്തെ ടോപ്പോഗ്രഫി ഒരു ഫ്ലാറ്റ് സർഫസ് കിട്ടാത്തടത്തും ഇതേപോലെ ഒരു എന്താണ് ഫാളിങ് ഗ്രേഡിയൻ്റ് ഒക്കെ ഉള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാവിറ്റി യാർഡ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഗ്രാവിറ്റി യാർഡിന് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, ബട്ട് ദേ നീഡ് മോർ സ്റ്റാഫ് ദാൻ ഹംപ് യാർഡ്സ് അല്ലേ. ഹംപ് യാർഡ്സ് കാരണം ഫാളിങ് ഗ്രേഡിയൻറ്റിലായതുകൊണ്ട് കൂടുതൽ സ്റ്റാഫും ഇതും വരാം, അതുകൊണ്ട് തന്നെ ഇത് അൺഎക്കണോമിക്കലാണ്. നെക്സ്റ്റ് ഹംപ് യാർഡാണ്. അപ്പോൾ ഹംപ് യാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് യാർഡാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഷണ്ടിങ് കപ്പാസിറ്റി ഉള്ളതാണ് ഹംപ് യാർഡ് എന്ന് പറയുന്നത്. അതായത് തൗസൻഡ്സ് ഓഫ് ട്രെയിൻസിനെ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹംപ് യാർഡ് സാധാരണ കൺസ്ട്രക്ട് ചെയ്യാറുള്ള ഹില്ലി ഏരിയയിലാണ്. അവിടെ ലോക്കോമോട്ടീവ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മളുടെ വെഹിക്കിളിനെ അല്ലെങ്കിൽ കാർസിനെ പുഷ് ചെയ്തിട്ട് എത്തിക്കാറുള്ളത്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്രാവിറ്റി താഴത്തേക്ക്, അതായത് ലോക്കോമോട്ടീവ്സ് അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിനെ കൺസേൺഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് സോർട്ട് ചെയ്യാൻ ബൈ ഗ്രാവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ലോക്കോമോട്ടീവ്സിനെ താഴേക്ക് വലിയ എന്താണ് ബുദ്ധിമുട്ടില്ലാണ്ട് ബൈ ഗ്രാവിറ്റി മീൻസ് തന്നെ താഴേക്ക് എന്താണ് സ്ലോപ്പായത് കുത്തനെ സ്ലോപ്പായത് ഇറക്കാവുമ്പോൾ നമുക്ക് വാഹനങ്ങൾ ഇറങ്ങാൻ എളുപ്പമാണല്ലോ കയറുന്നതിനേക്കാൾ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഹംപ് യാർഡിൻ്റെ ഫിഗറാണ്.
നെക്സ്റ്റ് പറഞ്ഞാൽ ലോക്കോമോട്ടീവ് യാർഡാണ്. ഇപ്പോൾ ലോക്കോമോട്ടീവ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോമോട്ടീവ്സിൻ്റെ ഹൗസാണ്. വെച്ചാൽ അതിന് വാട്ടർ ചെയ്യാനും അതിന് ഫ്യൂവലിംഗ് കൊടുക്കാനും അതിനെ ക്ലീൻ ചെയ്യാനും റിപ്പയർ ചെയ്യാൻ അതിൻ്റെ സർവീസിങ്ങിന് അതിനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും വെച്ചാൽ ഇതിലിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഡീസൽ ട്രെയിനോ അല്ല കോൾ ട്രെയിനൊക്കെയാണ്, പണ്ട് കൽക്കരിയിലാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ കൽക്കരി കത്തിത്തീരുമ്പോൾ ഒരുപാട് ചാരം ഉണ്ടാവും. അപ്പോൾ ആ ചാരമൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആഷ് പിറ്റ്സൊക്കെ ഈ ലോക്കോമോട്ടീവ് യാർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആഷ് പിറ്റുകൾ, പിന്നെ അതിൻ്റെ ക്ലീനിങ്, അതിൻ്റെ ഫ്യൂവലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതിൻ്റെ സർവീസിങ് അതെല്ലാം നടക്കുന്നത് ലോക്കോമോട്ടീവ് യാർഡിലാണ്. കണ്ടോ ആഷ് പിറ്റ്സ് ആരോ മാർക്കറ്റ് കാണിച്ചിരിക്കുന്നുണ്ടോ? ആഷ് പിറ്റ്സ് 3-4 റെയിൽവേ ട്രാക്കുകളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ടേൺ ടേബിൾ, നമ്മുടെ ട്രെയിനിൻ്റെ ഇതൊക്കെ എൻജിൻസ് എല്ലാം തിരിക്കണമെങ്കിൽ ടേൺ ടേബിൾ, ഫ്യൂവലിംഗ് കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം, അതിലേക്ക് സബ്സിഡറി ആയിട്ട് എൻ്റർ ചെയ്യാനുള്ള വേറൊരു റെയിൽവേ ലൈൻ, അതെല്ലാം എന്താണ് ലോക്കോമോട്ടീവ് യാർഡിൽ ഉണ്ടാവും. കണ്ടോ ഈ ലോക്കോമോട്ടീവ് യാർഡിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? പാസഞ്ചേഴ്സിൻ്റെയും ഗൂഡ്സ് യാർഡ്സിൻ്റെയും അടുത്തായിരിക്കണം അല്ലേ? കാരണം എന്താണ്, അവിടുന്ന് ട്രെയിനിന് സർവീസിങ്ങിനൊക്കെ വേണ്ടി എത്തിക്കാൻ എളുപ്പമായിരിക്കണം. വാട്ടർ കോളംസ് ഉണ്ടായിരിക്കണം, എൻജിൻ ഷെഡ്, ആഷ് പിറ്റ്, ഇൻസ്പെക്ഷൻ പിറ്റ്, ടേൺ ടേബിൾ ഇതെല്ലാം ഉണ്ടാവും. ഹൈഡ്രോളിക് ജാക്ക് വേണം. കാരണം എന്താണ്, ഏതെങ്കിലുമൊക്കെ ബോഗി പൊക്കുന്നെങ്കിലോ അതിനെ സർവീസ് ചെയ്യണമെങ്കിലോ അതിന് വാട്ടറിങ് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഹൈഡ്രോളിക് ഫെസിലിറ്റീസ്, ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഫെസിലിറ്റീസ് വേണം. പിന്നെ ഓവർ ഹെഡ് ടാങ്ക് വേണം, വാട്ടറൊക്കെ ഇതിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനും ക്ലീനിങ്ങിനൊക്കെ വേണ്ടി ഓവർ ഹെഡ് ആയിട്ട് ടാങ്ക് വേണം. പിന്നെന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള പോസിബിലിറ്റി അല്ല, അതിനുള്ള സ്ഥലവും കാര്യങ്ങളും വേണം. 6 സൈഡിങ് വെച്ചാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ പറ്റിയിട്ടുള്ള ട്രെയിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അല്ലേ നമ്മുടെ വീട്ടിൽ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മുറി കൊണ്ടുപോയിട്ടാൽ മതി, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സ്ഥലം. എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ ആ കേടുപാട് വന്ന ട്രെയിനെ മാറ്റി അതിന് റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സ്ഥലവും കാര്യങ്ങളെല്ലാം വേണം. നെക്സ്റ്റ് ലെവൽ ക്രോസിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ടേമാണ്, അത് പോട്ട്. അപ്പോൾ ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 റെയിൽവേ ലൈനുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണ് എന്ത്, അത് റോഡിൻ്റെ അതേ ലെവലിലായിരിക്കും. റോഡിൻ്റെ അതേ ലെവലിൽ ക്രോസ് ചെയ്യുമ്പോഴാണ് അത് ലെവൽ ക്രോസിംഗ് ആവുന്നത്. ലെവൽ ക്രോസിംഗ് ഈസ് ആൻ ഇൻ്റർസെക്ഷൻ വേർ എ റെയിൽവേ ക്രോസസ് എ റോഡ് ഓർ പാത്ത് അറ്റ് ദ സെയിം ലെവൽ. ഇപ്പോൾ നമ്മുടെ അങ്ങാടിപ്പോൾ ഒരു ലെവൽ ക്രോസിംഗ് ആയിരുന്നു അല്ലേ, അതായത് റെയിൽവേ ലൈൻ എന്ത് ചെയ്യാണ്, ഒരു റോഡിനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ, അതും സെയിം ലെവലിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓവർ ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തു, റോഡിനെ നമ്മൾ റെയിൽവേൻ്റെ മേലെ ലെവൽ കൂട്ടി മേലേക്ക് ഇട്ടു അല്ലേ. അപ്പോൾ ഒരു റോഡ് ലൈനും റോഡ് വേയും റെയിൽവേ ലൈനും ഒരേ ലൈനിൽ മീറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന പൊസിഷനെയാണ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ ക്രോസിംഗ് വേറെ ഒരു ഡേഞ്ചറസും കൂടി ആയിട്ടുള്ള ഏരിയ ആണല്ലേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ആക്സിഡൻസിന് കാരണമാകുന്നൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ പേരെന്ന് പറഞ്ഞാൽ റെയിൽവേ ക്രോസിംഗ്, ഗ്രേഡ് ക്രോസിംഗ്, റോഡ് ത്രൂ റെയിൽ റോഡ് ആൻഡ് ട്രെയിൻ ക്രോസിംഗ്, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ ഈ ലെവൽ ക്രോസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റി എന്തൊക്കെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ റോഡിൻ്റെ നാച്ചുറൽ അനുസരിച്ച്. നമ്മളുടെ ഈ റോഡ് കുറച്ച് തിരക്ക് കൂടിയ റോഡാണ് അല്ലേ, എന്താണെന്ന് വെച്ചാൽ പാലക്കാട് കോഴിക്കോട് റൂട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഹെവി ട്രാഫിക് വളാഞ്ചേരിയിലേക്കും കോട്ടക്കലിലേക്കും തിരൂരിലേക്കൊക്കെ ഉള്ള ഒരു വേ ആയതുകൊണ്ട് തന്നെ ഹെവി ട്രാഫിക്കൊക്കെ വരുകൊണ്ട് കുറച്ച് റിസ്ക് കൂടി വന്നതുകൊണ്ടാണ് നമ്മളത് എന്ത് ചെയ്തത്, ഓവർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആക്കിയത്, ഫ്ലൈ ഓവർ ആക്കിയത്. നാച്ചർ ഓഫ് ട്രാഫിക് ഓൺ റോഡ്. അപ്പോൾ ചെറിയ ഇതൊന്നാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ റോഡ് അത്യാവശ്യം നല്ല റോഡാണ്, പിന്നെ ചെറിയ ട്രാഫിക് മാത്രമേ ഉള്ളെങ്കിൽ ലെവൽ ക്രോസിംഗ് പോസിബിളാണ്. നമ്പർ ഓഫ് ട്രെയിൻസ് പാസിംഗ് ഓവർ ദ ലെവൽ ക്രോസിംഗ്. അപ്പോൾ ട്രെയിൻസിൽ പാസിങ് എത്രയാണ്, പക്ഷെ ഒരുപാട് ട്രെയിൻ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ആക്സിഡൻസിനൊക്കെ ചിലപ്പോൾ കാരണമാകും, പക്ഷെ അത് കുറവായാൽ. ഇവിടെ പിന്നെ ടൈംലി അറേഞ്ച്മെൻറ്റ് ട്രെയിൻ ടൈമിലുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഏകദേശം ഒരു ബോധമുണ്ട് അല്ലേ. ഇപ്പോൾ ഇൻ കേസ് ലെവൽ ക്രോസിങ്ങിൽ ഗേറ്റ് വീഴില്ലെങ്കിലും വാഹനങ്ങൾ എന്ത് ചെയ്യും, ട്രെയിൻ വെയിറ്റ് ചെയ്യും. പക്ഷേ എല്ലായിടത്തും അത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതനുസരിച്ചൊക്കെ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ലെവൽ ക്രോസിംഗ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഇനി ലെവൽ ക്രോസിങ്ങിനെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഒക്കെ ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി സ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു സ്റ്റേഷൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റണ്ണിങ്ങിനും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ റിപ്പയറിങ്, ക്ലീനിങ്, ലോക്കോമോട്ടീവ്സ് എക്സാമിൻ ചെയ്യാൻ, ഇതിനെല്ലാം വേണ്ടി കുറച്ച് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ടേൺ ടേബിൾ, ആഷ് പിറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് മെഷീനറീസൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതിനാണ് നമ്മൾ സ്റ്റേഷൻ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നതാണ് എൻജിൻ ഷെഡ്. എൻജിൻ ഷെഡ് ജനറലി കൊടുക്കാറുള്ള ടെർമിനൽ സ്റ്റേഷൻസിലെ ജംഗ്ഷൻസിലെല്ലാമാണ്.
ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോമോട്ടീവ്സിനെ എന്ത് ചെയ്യാണ്, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ സിമ്പിൾ ടാസ്കുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ദേ പ്രൊവൈഡഡ് covered accommodation for servicing locomotives. This could be simple tasks such as changing brake ഒക്കെ ചേഞ്ച് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻജിന് ചെറിയ റിപ്പയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറുതായിട്ട് ബോഗീസ് കണക്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റെക്റ്റാങ്കുലർ ടൈപ്പിലും സർക്കുലർ ടൈപ്പിലും എൻജിൻ ഷെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. റെക്റ്റാങ്കുലർ ടൈപ്പ് എൻജിൻ ഷെഡാണിത്. സർക്കുലർ ഷേപ്പാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരിക. അത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വാട്ടർ കോളം. ഇപ്പോൾ വാട്ടർ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ കെറൈൻ അല്ലെങ്കിൽ വാട്ടർ കോളം എന്ന് പറയും. ഇതെന്താ വെച്ചാൽ ഒരുപാട് വോളിയം ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടാങ്കാണ്. ഓക്കെ. ഇതിൽ നിന്നാണ് പൈപ്പ് ലൈൻസിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യണം, വാട്ടർ ഷോർട്ടേജിൻ്റെ ആളുകൾക്ക് വാട്ടർ അതിൻ്റെ ഉള്ളിൽ സപ്ലൈ ചെയ്യുന്നതിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമുക്കത് ഈ വാട്ടർ കോളത്തിൽ നിന്ന് ട്രെയിനിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റീം ലോക്കോമോട്ടീവ്സ് ആകുമ്പോഴാണ് ഒരുപാട് വാട്ടർ കൺസ്യൂം ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ വാട്ടർ ക്രെയിൻ എന്ന് പറയുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെ കാണാറില്ല. പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്തെ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പൈപ്പ് വഴി നമ്മുടെ ട്രെയിനിലേക്ക് കണക്ട് ചെയ്തിട്ട് വാട്ടർ സപ്ലൈ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ 50 കിലോമീറ്ററിലൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്തത്, ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ വെള്ളം ഒന്നിച്ച് സപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൂട്ട് വാൾവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് ഓഫ് വാട്ടർ കോൾ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 42 സെൻറ്റിമീറ്റർ ആണ്. പ്രൊജക്ഷൻ ഓഫ് പൈപ്പ് 225 സെൻറ്റിമീറ്റർ ആണ് പുറത്തേക്ക് വരാൻ പാടുള്ളൂ. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് എന്ത് ചെയ്യരുത്, ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ ഒന്നും ബാധിക്കരുത്. അതുകൊണ്ടാണ് അതിൻ്റെ ഹൈറ്റിനും പൈപ്പിൻ്റെ പ്രൊജക്ഷനൊക്കെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പറയാനുള്ള ആഷ് പിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് കാലങ്ങളിൽ എന്താണ്, ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിൻസ് ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പണ്ട് എന്താണ്, ആഷ് വരുമായിരുന്നു കോളൊക്കെ കത്തിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ആഷ് കളക്ട് ചെയ്യുക, ഈ ലോക്കോമോട്ടീവിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഷ് പിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇതൊരു 1.06 മീറ്റർ ഡെപ്തിലാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്തിനേക്കാൾ കുറച്ചുകൂടി കൂടുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിലാണ് റെസ്റ്റ് ചെയ്തിരുന്നത്. ദേ റെസ്റ്റ് ഓൺ മേസൺറി ഓർ കോൺക്രീറ്റ് വാൾസ് ആൻഡ് ദ റെയിൽസ് ആർ ഫിക്സ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡിനൽ വീൽസ് പ്രൊവൈഡ് അറ്റ് ദ ടോപ്പ് ഓഫ് വാൾ. ഈ വാളിതുണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. റെയിൽസ് ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ വാൾ ഫിക്സ് ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിനൽ ബീമിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ കൊടുത്തിട്ട് ആഷ് എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ടേൺ ടേബിൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, ട്രെയിനിൻ്റെ എന്താണ് എൻജിൻ്റെ ഡയറക്ഷൻ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ടേൺ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സർക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ എൻജിനെ കയറ്റി വയ്ക്കും. അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് ആണെങ്കിൽ ഏതെങ്കിലും ഗൂഡ്സിൻ്റെ ഒക്കെ പോർഷനാണ് തിരിക്കണമെങ്കിൽ സാധാ എൻജിൻസാണ് തിരിക്കാറുള്ളൂ. അതിന് എന്ത് ചെയ്യും, അതിൻ്റെ മേലെ വെച്ചിട്ട് റിക്വയർഡ് ഡിഗ്രിയിൽ, അതിൽ എത്ര ഡിഗ്രിയിൽ തിരിക്കാനുള്ള മെക്കാനിസം അതിലുണ്ട്, അത് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജംഗ്ഷൻസിൽ ടെർമിനൽസിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, ടേൺ ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, എൻജിൻ ഇതിൻ്റെ മേലെ കണ്ടോ, ഇവിടെ കണ്ടോ, എൻജിൻ ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് കയറ്റി വയ്ക്കും, തിരിക്കും. റിക്വയർഡ് ഡിഗ്രി കണ്ടോ, ഓരോ റെയിൽവേ ട്രാക്കിലേക്കും കൺസേൺഡ് ആയിട്ടുള്ള ട്രാക്ക് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിക്കുന്ന വഴി ആ ട്രാക്കിലേക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്ന ട്രയാങ്കിൾ. നമ്മുടെ ഷൊർണൂരുണ്ട്, ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒറ്റപ്പാല ആ വഴിയിലേക്കൊക്കെ 3 റെയിൽവേ ഇത് ക്രോസ് ചെയ്ത് പോകുന്ന ട്രയാങ്കിൾ. ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളിലൂടെയാണ് ട്രെയിൻ പാസ് ചെയ്യുന്നത്. അതായത് ഷൊർണൂർ എന്ന് പറയുന്ന ഈ മെയിൻ ലൈനായിരിക്കും. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ഈ മെയിൻ ലൈനിൽ ട്രെയിൻ വന്നിട്ട് പല വഴിക്ക്. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ വന്ന് ട്രെയിൻ ഫ്യൂവലിങ്ങും കാര്യങ്ങളെല്ലാം നടത്തി തിരിച്ച് ടേൺ ടേബിൾ വഴി എൻജിനെ തിരിച്ച് ഇപ്പുറത്ത് കൊടുന്ന് ഘടിപ്പിച്ച് പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്ന് ഈ ഡയറക്ഷനിൽ ടേൺ ചെയ്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ജേണി നടത്തുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പണ്ട് എന്താണ് ഇതേപോലെ ഒരുപാട് ട്രെയിനിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കോളേജിലൊക്കെ ആകുമ്പോൾ ട്രെയിനിലാണ് പോയി വന്നിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അറിയണത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിൽ പോയി വരുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. പിന്നെ എംടെക്കിനൊക്കെ പോയിരുന്നത് ട്രെയിനിനാണ്. അപ്പോൾ നിങ്ങളിനി പോകുമ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ ട്രയാങ്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെയിൽവേ എക്യുപ്മെൻറ്റ്സ് ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതൊരു 3 പോയിൻ്റ് ആയിട്ടുള്ള ടേണിംഗ് ആണ്. അവിടെ ലോക്കോമോട്ടീവിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാണ്, ടേൺ ചെയ്ത് പോകും, എൻ്റെയർ ആയിട്ട് ടേൺ ചെയ്ത് പോവുകയാണ് അല്ലേ. അതായത് ലീവിങ് ഇറ്റ് ഫേസിങ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം ഇറ്റ് ഈസ് കെയിം, എവിടെ നിന്നാണോ വരുന്നത് ആ ഡയറക്ഷനിൽ നിന്ന് അത് ലീവ് ചെയ്യുന്ന രീതിയിലാണ് അത് ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഷോർട്ട് ലെങ്ത്തിലുള്ള 3 ട്രാക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് പരസ്പരം പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ എൻജിൻസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ട്രയാങ്കിളിന് ചുറ്റും ഒരു റൗണ്ട് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പാത്വേ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. കണ്ടോ. പിന്നെ ബഫർ സ്റ്റോപ്പാണ്. ബഫർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്റ്റോപ്പിംഗ് പോയിൻ്റ്, ലാസ്റ്റ് ടെർമിനൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ ട്രെയിനിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ അപകടമാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോപ്പാണ് ബഫർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഡിവൈസ് പ്രിവെൻറ്റ് റെയിൽവേ വെഹിക്കിൾ ഫ്രം ഗോയിങ് പാസ്റ്റ് അറ്റ് ആൻ എൻഡ് ഓഫ് ദ ഫിസിക്കൽ, ഒരു ട്രാക്കിൻ്റെ എൻഡിലേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ടെർമിനൽ സ്റ്റേഷനൊക്കെ ആകുമ്പോൾ ട്രാക്കിൻ്റെ എൻഡിന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ബഫർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫൗളിംഗ് മാർക്കാണ്, അത് നമ്മൾ പല സ്ഥലത്തും കാണും. നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിലേക്കൊക്കെ കയറുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ പരപ്പനങ്ങാടി അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫൗളിംഗ് മാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കൊളീഷൻ, 2 ട്രെയിനുകളുടെ ഇടയ്ക്ക്, അതായത് അടുപ്പിച്ച് 2 ട്രാക്കുകൾ പാരലൽ ട്രാക്കുകൾ പോകുന്നുണ്ടെങ്കിൽ ആ ട്രെയിനുകളുടെ ഇടയ്ക്കുള്ള സൈഡ് കൊളീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഫൗളിംഗ് മാർക്ക് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് ദ പോയിന്റ് വെയർ സ്പേസിങ് ബിറ്റ്വീൻ ട്രാക്ക് ബിഗിൻസ്, 2 ട്രാക്ക് ബിഗിൻ ചെയ്യുന്നതിൻ്റെ അവിടെ, 2 പാരലൽ ട്രാക്ക് ബിഗിൻ ചെയ്യുന്നതിൻ്റെ അവിടെയുള്ള സ്പേസിങ്ങിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതായത് അത് കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. പണ്ട് സ്റ്റോൺ മേസൺറി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മെയിൻ ലൈനും കണ്ടോ, മെയിൻ ലൈനും ബ്രാഞ്ച് ലൈനും ഇടയ്ക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ പോർഷനിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എക്സാമിനേഷൻ ബിറ്റാണ്. എക്സാമിനേഷൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ ആഷ് ബിറ്റിന് സിമിലറാണ്. അതായത് എൻജിൻസൊക്കെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിയിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, എൻജിൻസിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തും അതേപോലെ തന്നെ ആഷ് ബിറ്റിനേക്കാൾ ലെങ്ത്തും ഡെപ്തും കൂടുതലുള്ളതാണ്. ഇപ്പോൾ ലോക്കോമോട്ടീവ് യാർഡിലാണ് ജനറലി ഇത് പ്രൊവൈഡ് ചെയ്യാറ്. അവിടെയാണല്ലോ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ സർവീസിങ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് ട്രാവേഴ്സസ് ആണ്. ട്രാവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ലോക്കോമോട്ടീവിൻ്റെ സൈഡ് വേയിലുള്ള പൊസിഷൻ മാറ്റുന്നതിന്, വെഹിക്കിളിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രാവേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻജിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ, ദേ പ്രൊവൈഡ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫറിങ് എൻജിൻസ് ആൻഡ് വെഹിക്കിൾസ് ഫ്രം 1 ട്രാക്ക് ടു പാരലൽ ട്രാക്ക്. ഒരു ട്രാക്കിൽ നിന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പാരലൽ ട്രാക്കിലേക്ക് നേരെ ലോക്കോമോട്ടീവിനെ എൻജിനെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പ്രിഫർ ചെയ്യാറ് ടേൺ ഔട്ടിലും ക്രോസ് ഓവറിലും എല്ലാം ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് റോളർ വെച്ചിട്ടുള്ള, അതായത് അടിയിൽ ചക്രം ഉണ്ടാവും, മേലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇത് വെഹിക്കിളിനെ ഈ ട്രാവേഴ്സറിലേക്ക് കയറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സൈഡ് പാരലൽ ട്രാക്കിലേക്ക് ഇതിനെ പൊസിഷനിങ് ചെയ്യും. ഇതാ ഇങ്ങനെ നേരെ ട്രെയിനിനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി വയ്ക്കും. ഈ ട്രാക്കിൽ നിന്ന്, ഇവിടെ 2 ട്രാക്കാണുള്ളത്, ഇപ്പോഴത്തെ ട്രാക്കിൽ നിന്ന് ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് വെഹിക്കിളിനെ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് ഇത് നേരെ ടേൺ ചെയ്ത് ഇവിടെ കൊണ്ട് ഇപ്പോഴത്തെ ട്രാക്കിൽ കൊടുന്ന് വെക്കും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രാവേഴ്സർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീറെയിലിംഗ് സ്വിച്ചാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. സ്വിച്ചസ് പറയുമ്പോൾ നമുക്ക് പറയാം. അതായത് ഡീറെയിലിംഗ് സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഓർഡിനറി പോയിൻ്റ് ഓഫ് സ്വിച്ചാണ്. ഇവിടെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയുന്നില്ല, അത് പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിലേ പഠിക്കുള്ളൂ. അത് നമുക്ക് ആ സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡ്രോപ്പ് ബിറ്റാണ്. ഡ്രോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാക്കിനെ റൈറ്റ് ആംഗിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളുടെ വീലൊക്കെ ഓൾഡ് വീൽസിനെ റിപ്പയർ ചെയ്യുന്നതിന് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അത് അത്രയും മനസ്സിലാക്കി വെച്ചിരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ക്ലാസ് കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് തീർക്കാനുണ്ട്, അതുകൊണ്ടാണ് നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.